വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. സഞ്ജു സാംസന്റെ ഒരു പ്രതികരണത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറികേടിനെതിരെ എങ്ങും വിമർശനങ്ങൾ ആഞ്ഞടിക്കുകയാണ്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയെടുത്തു നിന്ന് ഒരൊറ്റയാൾ പ്രകടനത്തിലൂടെ തന്റെ വ്യക്തിഗത നേട്ടങ്ങൾക്ക് പോലും ശ്രമിക്കാതെ ഒരുപക്ഷെ വേണമെങ്കിൽ 3 സെഞ്ചുറികൾ ആ വേൾഡ് കപ്പിൽ അയാൾക്ക് നേടാമായിരുന്നു. വ്യക്തിഗത നേട്ടങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ടീമിന് കിരീടം നേടിക്കൊടുത്ത, രാജ്യത്തിന് കിരീടം നേടിക്കൊടുത്ത ഒരു കളിക്കാരനോട് കാട്ടുന്ന നീതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായി ഈ അനീതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്? 10 വർഷത്തിലധികം. ഒരു കളിക്കാരനെ എങ്ങനെയെല്ലാം ഒതുക്കാൻ സാധിക്കുമോ അതെല്ലാം ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ കഴിവ് കൊണ്ടും തൻ്റെ പ്രതിഭ കൊണ്ടും തൻ്റെ ക്ഷമ കൊണ്ടും ഈ ഫീൽഡിൽ തന്നെ പിടിച്ചു നിന്നുകൊണ്ട് എന്നും ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്നെത്തിയവനാണ് സഞ്ജു സാംസൺ. ആ ഒരു താരത്തിനോട് കാണിക്കുന്ന രീതിയാണ് ഏവരെയും വിഷമിപ്പിക്കുന്നത്. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്കൊരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത്തരം ലോബികളുടെ ഈ അനീതി വകവെച്ചു കൊടുക്കാൻ സാധ്യമല്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും അതിനെതിരെല്ലാം മൗനം പാലിച്ചു നിന്ന സഞ്ജു സാംസൺ തന്റെ ക്ഷമയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ്. തനിക്കെതിരെയുള്ള കടുത്ത അനീതിക്കെതിരെയുള്ള നിലപാടുമായി സഞ്ജു സാംസൺ രംഗത്ത് വന്നിരിക്കുന്നു. സഞ്ജു സാംസൺ അത്തരത്തിൽ പ്രയോഗങ്ങൾ നടത്തണമെങ്കിൽ ആ മനസ്സിനുള്ളിൽ എത്ര കണ്ട് വേദനയുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 2 വർഷം മുന്നേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പരമ്പര തിരികെ പിടിച്ചുകൊടുത്ത് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച സഞ്ജു സാംസൺ ആ സെഞ്ചുറിക്ക് ശേഷം പിന്നീട് ഏകദിന ടീമിൽ ഇടം പിടിച്ചിട്ടില്ല. ഗില്ലിന് വേണ്ടിയും ഋഷഭ് പന്തിന് വേണ്ടിയും ഇഷാൻ കിഷന് വേണ്ടിയുമെല്ലാം ഹോമിക്കപ്പെടേണ്ടതല്ല സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് കരിയർ എന്ന് തിരിച്ചറിഞ്ഞ ആരാധകർ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുന്നു. ബഹുമാനപൂർവ്വം ഗൗതം ഗംഭീറിനോട് പറയാനുള്ളത്, അഗാർക്കറിനെ കണ്ട് നിങ്ങൾ അതിനൊത്ത് തുള്ളാൻ നിൽക്കരുത്. അഗാർക്കർ കളിക്കുന്ന സമയത്ത് കഴിവുകൊണ്ട് ടീമിലെത്തിയതെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിലവിൽ ഇപ്പോൾ അയാൾ ഇരിക്കുന്ന ആ സ്ഥാനവും അയാളുടെ കഴിവുകൊണ്ട് നേടിയതാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. പക്ഷെ താങ്കൾ അതുപോലെയല്ല മിസ്റ്റർ ഗംഭീർ. താങ്കൾ കഴിവുകൊണ്ട് കളിച്ചു വന്നവനാണ്. അതുകൊണ്ട് താങ്കൾക്ക് സഞ്ജുവിനെതിരെയുള്ള നീതികേടിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം രാജിവെച്ച് പോകണം മിസ്റ്റർ ഗംഭീർ എന്നാണ് താങ്കളോട് സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ താങ്കളുടെ സ്ഥാനത്തേക്ക് വേറെ ആര് വന്നാലും ലോബികളുടെ പ്രലോഭനം കൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാനേ സാധ്യമാകൂ എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ ആർജവം കാണിക്കേണ്ടതുണ്ട്. അതല്ലാതെ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ നാണം കെടേണ്ടവനല്ല താങ്കൾ എന്നോർത്താൽ നല്ലത്. സഞ്ജുവിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററെ ലഭിക്കുമായിരുന്നു. സഞ്ജുവിനെ ഇനി വേറെ ഏതെങ്കിലും രാജ്യത്ത് കളിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് വീരേന്ദർ സെവാഗ് വരെ പറഞ്ഞുവെങ്കിൽ സഞ്ജുവിനോടുള്ള അനീതിയുടെ ഭീകരത എത്ര കണ്ടുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സഞ്ജു സാംസൺ മറന്നുപോയ ഒരു ഹീറോയാണ്. തൻ്റെ 3 അത്യുജ്വല ഇന്നിങ്സുകളിലൂടെ രാജ്യത്തിന് വേണ്ടി കപ്പ് നേടിക്കൊടുത്ത ഹീറോയാണ് സഞ്ജു സാംസൺ. അത് പലരും മറന്നുപോയിരിക്കുന്നു എന്ന് സുരേഷ് റൈന പറയുന്നു. ആ വേൾഡ് കപ്പിലെ പ്രകടനം കൊണ്ട് ഇനിയൊരിക്കലും സഞ്ജു സാംസൺ ഇതുവരെ നേരിട്ടതുപോലെ അനീതി നേരിടില്ല എന്ന് ഞങ്ങളെല്ലാം കരുതിയതാണ്. പക്ഷേ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അതിന് മാറ്റങ്ങൾ വരുന്നു. 3 ഇന്നിങ്സിൽ ഫോമിലല്ലാതിരുന്നത് കൊണ്ട് വീണ്ടും അയാളെ പിടിച്ച് പുറത്തിരുത്തുന്നു. ഇത് കടുത്ത അനീതിയാണ്, അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ലെന്ന് സുരേഷ് റൈന പറഞ്ഞു വെക്കുന്നു. പുതിയ ഓപ്പണർ വന്നാലും വിക്കറ്റ് കീപ്പർ ബാറ്റർ വന്നാലും ഓൾറൗണ്ടർ വന്നാലും ഒരു പുതിയ കളിക്കാരൻ വന്നാലും അവിടെ മാറിക്കൊടുക്കേണ്ടത് സഞ്ജു സാംസൺ എന്ന താരമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വർഷങ്ങളായി ഇത്തരം അനീതിയുടെ കഥ നീണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞത്, ഇനി സഞ്ജു എന്ത് ചെയ്യണം, എങ്ങനെ കളിക്കണം അത് സഞ്ജുവിനറിയാം, മറ്റാരുടെയും ഉപദേശം ഇങ്ങോട്ട് വേണ്ട എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ സഞ്ജു സാംസൺ തുറന്നു പറഞ്ഞിരിക്കുന്നു. സഞ്ജു സാംസണ് ഏതൊരു സമയത്താണ് മനസ്സമാധാനത്തോടെ ക്രിക്കറ്റ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്? എന്ന് ടീമിൽ ഇടം നൽകുമ്പോഴും താൻ ഫോമിലല്ലെങ്കിൽ പുറത്താണ് എന്നുള്ള വാൾമുന തൻ്റെ തലക്കു നേരെ ഓങ്ങി നിൽക്കുന്ന ആ ഒരു ഫീലിലല്ലാതെ സഞ്ജു സാംസണ് നാളിതുവരെ കളിക്കാൻ സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ പറഞ്ഞത്, ഇനി ഞാൻ എലിപ്പന്തയത്തിനില്ല, മറ്റുള്ളവരോട് മത്സരിക്കാൻ ഇനി തനിക്ക് താല്പര്യമില്ല. ഞാൻ എന്താണെന്ന് തെളിയിക്കേണ്ടടുത്ത് തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ കഴിവുകൾ ഞാൻ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി കൊടുത്തതാണ്. നേടേണ്ടതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു. അത് മറ്റാർക്കും തട്ടിയെടുക്കാൻ സാധ്യമല്ല. ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ ക്രിക്കറ്റ് കളിക്കണം. ഇനിയും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് അവസരങ്ങൾക്ക് കാത്തു നിൽക്കാൻ ഞാനില്ലെന്ന് തുറന്നു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെന്റിന്റെ നെറികെട്ട രാഷ്ട്രീയ കളികളുടെ പേരിൽ
ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിവുറ്റ പല കേരള താരങ്ങളെയും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തഴഞ്ഞപ്പോൾ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് തൻ്റെ പ്രയത്നം കൊണ്ട്, തൻ്റെ ചങ്കൂറ്റം കൊണ്ട്, തൻ്റെ മനസ്സാന്നിധ്യം കൊണ്ട്, തൻ്റെ പ്രതിഭ കൊണ്ട് ഇടം പിടിച്ചവനാണ് സഞ്ജു സാംസൺ. ആ സഞ്ജു സാംസൺ ഇനിയും നിങ്ങൾ ഒതുക്കിക്കളയാമെന്ന് കരുതുന്നെങ്കിൽ അതിന് ക്രിക്കറ്റ് ലോകം അനുവദിക്കില്ല. ആ പ്രതിഷേധങ്ങൾ ഇനിയും അറിയിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെ നിങ്ങൾ ഒരു PR വർക്കായി കണക്കാക്കിയാൽ അതിലും ഞങ്ങൾക്ക് പരാതിയില്ല, അതിലും ഞങ്ങൾക്ക് ആക്ഷേപമില്ല. കഴിവുള്ളവന് വേണ്ടി എന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കും. അത് ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. രവി ശാസ്ത്രിയും ഹനുമ വിഹാരിയും അശ്വിനും ഹർഷ ബോഗ്ലെയും ശ്രീകാന്ത് ആചാര്യയും തുടങ്ങി ഒട്ടനവധി മുൻകാല ക്രിക്കറ്റർമാരെല്ലാം സഞ്ജുവിനെതിരെയുള്ള നീതികേടിനെതിരെ സംസാരിച്ചത് അയാളിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഉണർത്താനുള്ളത്. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.